ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഈ ക്വസ്റ്റ്യൻ ഒരു ഇന്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ജേണൽ എൻട്രി നമുക്ക് തന്നു. ജേണൽ എൻട്രി അഡ്വർടൈസ്മെന്റിനെ ഡെബിറ്റ് ചെയ്തിട്ട് പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇങ്ങനെ ഒരു എൻട്രി ഇടാൻ കാരണം എന്താണ്, എന്ത് ട്രാൻസാക്ഷൻ നടന്നിട്ടാണ് ഈ ഒരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്വർടൈസ്മെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്യത്തിനോ എന്തോ ബിസിനസ്സിനോ ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്, പക്ഷേ ക്രെഡിറ്റ് ചെയ്തത് പർച്ചേസിംഗ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല, നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള ഗുഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് ഗുഡ്സ് പോയിട്ടുണ്ട്, പരസ്യത്തിന് വേണ്ടിയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ തന്ന 4 ഓപ്ഷൻസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 4 ഓപ്ഷൻസിൻ്റെ അകത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, നമ്മൾ ഗുഡ്സ് ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. ആ കേസിലാണ് ഇങ്ങനെ ഒരു ജേണൽ എൻട്രി വന്നിട്ടുണ്ടാവുക. അഡ്വർടൈസ്മെന്റിനെ ഡെബിറ്റ് ചെയ്തിട്ട് പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഗുഡ്സ് ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന കേസിലാണ്. നമ്മളെ കയ്യിൽ നിന്ന് ഗുഡ്സ് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഫ്രീ സാമ്പിൾ കൊടുക്കുന്നത്? നമ്മളെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അഡ്വർടൈസ്മെന്റിനെ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇന്റർവ്യൂവിനും എക്സാംസിനും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ശരി.